ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിൽ മഗ്നീഷ്യം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് മഗ്നീഷ്യം ഗട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മഗ്നീഷ്യം പ്രധാനമായും നമ്മുടെ ദഹനത്തെയും ബ്രെയിൻ ഗട്ട് ആക്സിസിനെയും എല്ലാം സഹായിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. മഗ്നീഷ്യം നമ്മുടെ ഈ സ്മൂത്ത് മസിൽ കൺട്രാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻറ്റസ്റ്റൈനൽ മസിൽസിന്റെ കൺട്രാക്ഷനെ അത് ക്രമീകരിക്കും. ഇങ്ങനെ ഇൻറ്റസ്റ്റൈനൽ മസിൽസിന്റെ കൺട്രാക്ഷനെ ക്രമീകരിക്കുന്നതുകൊണ്ട് അത് കുടലിന്റെ സ്വാഭാവികമായ ചലനശേഷിയെ മോട്ടിലിറ്റിയെ ക്രമീകരിക്കുകയും അതുവഴി കോൺസ്റ്റിപ്പേഷനും മലബന്ധവും മറികടക്കാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. ഈ മഗ്നീഷ്യത്തിന് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. മഗ്നീഷ്യം നമ്മുടെ കുടലിന്റെ ഇൻഫ്ലമേഷനെ, ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ, IBD ഒക്കെ സംഭവിച്ചിട്ടുള്ള ഇൻഫ്ലമേഷനെ ഒക്കെ പരിഹരിക്കാൻ, ലീക്കി ഗട്ട് സിൻഡ്രോം പോലെയുള്ള കണ്ടീഷനിലൊക്കെ സംഭവിക്കുന്ന ഈ കുടലിന്റെ ഭിത്തിയുടെ നീർക്കെട്ടിനെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മഗ്നീഷ്യം. മൂന്നാമത്തത്, മഗ്നീഷ്യം ബ്രെയിൻ ഗട്ട് ആക്സിസിനെ സപ്പോർട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വയറിന്റെ ബുദ്ധിമുട്ടുകൾ, ഏമ്പക്കം, വയറ് വീർത്തുകെട്ടൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും മഗ്നീഷ്യം നല്ല ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തേത്, മഗ്നീഷ്യത്തിന് നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ സ്വാധീനിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. മഗ്നീഷ്യത്തിന്റെ അളവ് കുറവുള്ള ആളുകളിൽ ഡിസ്ബയോസിസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡിസ്ബയോസിസ് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയകളുടെ എണ്ണം കുറയുകയും ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് ഈ പറയുന്ന തരത്തിൽ ഗട്ട് മൈക്രോബയോമിൽ ഒരു ഡിസ്ബയോസിസ് ഉണ്ടാക്കാൻ, നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒന്നാണ്. ഇനി പ്രത്യേകമായി തന്നെ മഗ്നീഷ്യം സിട്രേറ്റ്, മഗ്നീഷ്യം ഓക്സൈഡ് പോലെയുള്ള സപ്ലിമെന്റ്സിന് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ പ്രത്യേകമായി തന്നെ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അതായത് നമ്മുടെ മലം സോഫ്റ്റ് ആക്കുന്നത് വഴി മലബന്ധം പ്രിവെന്റ് ചെയ്യാനും മലബന്ധം പരിഹരിക്കാനുമുള്ള ഒരു കഴിവ് ഈ പറയുന്ന മഗ്നീഷ്യം സിട്രേറ്റ്, മഗ്നീഷ്യം ഓക്സൈഡ് പോലെയുള്ള സപ്ലിമെന്റ്സിനുണ്ട്. മഗ്നീഷ്യം സപ്ലിമെന്റ്സ് എടുക്കുന്നവർ കൃത്യമായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മഗ്നീഷ്യം അമിതമായി കഴിഞ്ഞാൽ അത് വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് മനസ്സിലാക്കുക. ഇനി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഈ മഗ്നീഷ്യം, ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ലഭിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പറയാം. താങ്ക് യു.